You are under arrest. പോലീസിന് ഞാൻ പിടിച്ചു വരുത്തിയല്ല, ലാലിന് ഇവൻ മാനേജറിന്റെ കേസ് കൊടുത്തിട്ടുണ്ട്. അയാൾ അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് വന്നത്. എന്നാ പിന്നെ ബാക്കി 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പോയതോ? ഇതുപോലെ കല്യാണം വേണം കോളേജ് നടക്കുമ്പോൾ പോലീസുകാർ നോക്കിക്കൊണ്ടിരിക്കുമോ? കൈ കിട്ടിയത് അറസ്റ്റ് ചെയ്യുന്ന പോലും ഞാൻ എന്താ വേണം? അച്ഛൻ ഇപ്പൊ പോയി അവരെ ഇറക്കിക്കൊണ്ട് വേണം, അല്ലെങ്കിൽ ഞങ്ങൾ നിരാഹാരം കിടക്കും. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്, വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്, വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്, വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. യു വെയിറ്റ്. ബാക്കി എല്ലാരെയും പ്രിൻസിപ്പൽ പറഞ്ഞാൽ വിടാനുള്ള അധികാരം എനിക്കുണ്ട്. പക്ഷേ ഇയാളുടെ കാര്യത്തിൽ ഇത് പോരാ. ഒരു അഡ്വക്കേറ്റിന് ജാമ്യം വേണം. മാനേജ്മെന്റ് പരാതി തന്നതിന്റെ പേരിലാണ് ഞാൻ കേസ് ചാർജ് ചെയ്തിട്ടുള്ളത്. ഫാദർ, ഒരു അഡ്വക്കേറ്റിനെ... അയാളിപ്പോ ഞങ്ങളുടെ കോളേജിലെ വിദ്യാർത്ഥിയല്ല. ഈസ് അണ്ടർ സസ്പെൻഷൻ. സത്യമേവ ജയതേ, സത്യമേവ ജയതേ, സത്യമേവ ജയതേ, സത്യമേവ ജയതേ, സത്യമേവ ജയതേ. ലാൽ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു വ്യക്തി എന്ന നിലയിൽ അത് വിശ്വസിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. ജാമ്യമെടുക്കാത്ത സ്ഥിതിക്ക് എനിക്ക് തന്നെ നാളെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം. കോടതിയിലേക്ക് എന്നെ കൊണ്ടുപോകരുത് സാർ, പ്ലീസ്. പോലീസിനോടെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കോടതിയോടാണ് എല്ലാം തുറന്നു പറയേണ്ടത്. കോടതിയിൽ പോകാൻ എന്താ ബുദ്ധിമുട്ട്? കുട്ടിക്കാലം മുതലേ ഉറക്കത്തിൽ ഇന്നും എന്നെ അലട്ടുന്ന ഒരേ ഒരു ദുസ്വപ്നം കോടതിയാണ്. കറങ്ങുന്ന പങ്കയും അച്ഛൻ ഉപേക്ഷിച്ചു പോയ അമ്മയുടെ തേങ്ങലും. എന്നെ വളർത്താനായി അച്ഛനിൽ നിന്ന് കോടതി വാങ്ങി അമ്മയെ ഏൽപ്പിച്ച സ്വത്തും പണവും പോലും ഏറ്റുവാങ്ങാതെ അമ്മ കോടതി മുറിയിൽ ബോധം കെട്ടു വീണു. പിന്നെ എന്റെ ഓർമ്മയിൽ അമ്മയില്ല. സ്നേഹം തന്നെ എന്നെ ഉറക്കിയിരുന്നത് കോൺവെന്റിലെ സിസ്റ്റർ അൽഫോൺസയായിരുന്നു. എന്നെ വളർത്തി വലുതാക്കിയത് കോടതി. വളർത്തച്ഛന് മുമ്പിൽ ഇങ്ങനൊരു കുറ്റവുമായിട്ട് ചെല്ലാൻ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാർ. ലാൽ അത് ചെയ്യത്തില്ല. മാനേജ്മെന്റ് കാണിച്ച വിവരക്കേടിന് അച്ഛൻ കൂട്ടു നിൽക്കാൻ പാടില്ലാത്തതായിരുന്നു. അല്ലെങ്കിലും ഞാൻ എന്ത് ചെയ്താലും അച്ഛൻ എതിരല്ലേ പറയൂ? ഞാൻ ആർക്കും എതിരല്ല ചോ. മനസ്സിൽ തോന്നുന്നത് പറയും, അത് തുറന്നു തന്നെ പറയും. എന്റെ മനസ്സ് പറയുന്നു അവൻ തെറ്റുകാരനല്ലെന്ന്. എല്ലാരും കണ്ടതല്ലേ അച്ചു? എന്തോന്ന് കണ്ടെന്ന് ഈ പറയുന്നേ? ആ കുട്ടിയുടെ മുഖത്തെ ചായം അവന്റെ മുഖത്ത് പറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഊഹമാണെല്ലാം, സത്യമല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ജ്യോതിയുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ലാലാണ് ബാഗിലിട്ട് കൊടുത്തത്. അപ്പോഴെങ്ങാനും ചായം അറിയാതെ മുഖത്ത് പറ്റിയതാവൂന്നാണ് അവൻ പറയുന്നത്. അതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? 3 കൊല്ലം ഒരേ മുറിയിൽ ഒരുമിച്ച് കഴിഞ്ഞവരാച്ചോ ഞങ്ങൾ രണ്ടുപേരും. അവൻ എനിക്കറിയാം. ആരുമില്ലച്ചോ അവന് നമ്മളല്ലാതെ. അവൻ എന്നോട് ഏറ്റു പറഞ്ഞതാ അവൻ ചെയ്തിട്ടില്ലെന്ന്. കുംഭസാര രഹസ്യം വിശ്വസിക്കുന്നവരിലച്ചോ നമ്മളൊക്കെ. അത് വിശ്വസിക്കാനാ എന്നെ ഈ ദിവ്യവസ്ത്രം പഠിപ്പിച്ചത്. കടുത്ത ദ്രോഹമായി പോയി നമ്മൾ കാണിച്ചത്. അച്ഛൻ പോയി ഉടനെ അവനെ വിളിച്ചിറക്കി കൊണ്ടുവരണം. പരിഹാരമില്ലാത്ത പാപമില്ലച്ചോ. ഇത് ചെയ്തില്ലെങ്കിൽ മഹാപാപമാണ്. അച്ഛോ നമ്മൾ ചെയ്യേണ്ടത്... എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കർത്താവ് തന്നെ ഇതിന് വഴി കാണിക്കട്ടെ. എന്റെ ചിറ്റപ്പനൊരു വക്കീലുണ്ട്. അങ്ങനെ കൊണ്ട് നമുക്ക് ജാമ്യം എടുപ്പിക്കാം. എങ്ങനെയെങ്കിലും ഇന്ന് ലാലേട്ടനെ പുറത്തിറക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മളൊന്നും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. കള്ളൻ വിടരുത്, അവനെ
പിടിച്ചോ, അവനെ പിടിച്ചോ, കള്ളൻ അയ്യോ, ജോലിക്കാരെ പിടിച്ചത് നീയാണോ? ജോലിക്കാരെ എന്റെ മനസ്സ് നിന്റെ മുമ്പിൽ മുട്ടുകുത്തുകയാണ് മോനെ. തെറ്റുപറ്റി, തെറ്റിദ്ധരിച്ചു പോയി. എന്നെ നീ ധർമ്മസങ്കടത്തിലാക്കരുത് മോനെ. ലാൽ, വരൂ പ്ലീസ്. ലാൽ, ജീവ, ജീവ, ഞാൻ ലാൽ, എനിക്ക് നിന്നെ അറിയാം. ഐ നോ യു. നമ്മൾ ഒന്നല്ലടാ. മോളൂ, തെറ്റിദ്ധാരണയുടെ പ്രായത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നവരാണ് നിങ്ങൾ. നിങ്ങൾ എല്ലാവരും നല്ലവരാണ്. നമ്മുടെ കലാലയം നന്മയുടെ ഉറവിടമാണ്, ദേവാലയമാണ്. നിങ്ങൾ ഓടിക്കളിക്കുന്ന, പൊട്ടിച്ചിരിക്കുന്ന കലാലയ നടുമുറ്റങ്ങൾ ഒന്നായി ഒരു വലിയ സർവകലാശാലയായി സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഒരു വലിയ ഇന്ത്യ മഹാസാമ്രാജ്യമായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുന്നു. നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, ദൈവത്തിന്റെ നാമത്തിൽ എന്റെ കുഞ്ഞിനോട് ഞാൻ മാപ്പി ചോദിക്കുന്നു. മുത്തച്ഛാ! ഓ, എന്തിനാ മക്കളെ ഓടുന്നത്? മുത്തച്ഛൻ ഒന്ന് കണ്ണടക്കേ. അടച്ചില്ലേലും എനിക്കൊന്നും കാണാൻ മേല. എന്നാലും ഒന്ന് കണ്ണടക്കേ. ഓ, അടച്ചു. ആ, ഇനി മുത്തച്ഛൻ കണ്ണു തുറന്നോ? എനിക്കറിയാമായിരുന്നു മക്കളെ, നീ നല്ലവനാ. നന്മ ജയിക്കും. നിനക്ക് സർവമംഗളങ്ങളും നേരുന്നു. മുത്തച്ഛൻ നിന്റെ കൂടെ ഉണ്ടാവും, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. സത്യമേവ ജയതേ. സത്യമേവ ജയതേ, സത്യമേവ ജയതേ, സത്യമേവ ജയതേ, സത്യമേവ ജയതേ.